ബലാത്സംഗ കേസിൽ പരാതി നൽകാൻ അതിജീവിതയ്ക്കുണ്ടായ കാലതാമസമാണ് സിദ്ദിഖിന് അനുകൂലമായ ഇടക്കാല ഉത്തരവിന് മുഖ്യ കാരണമായി മാറിയത്. കാലതാമസം സംബന്ധിച്ച സുപ്രീം കോടതിയുടെ ചോദ്യത്തിന് സംസ്ഥാന സർക്കാർ നൽകിയ വിശദീകരണം ബെഞ്ചിന് തൃപ്തികരമായില്ല. സിദ്ദിഖ് മലയാള സിനിമയിലെ സൂപ്പർ സ്റ്റാറാണ്, അതിനാലാണ് പരാതി വൈകിയത്. 2016 പരാതി നൽകിയിരുന്നുവെങ്കിൽ സിനിമയിൽ അവസരം കിട്ടില്ലെന്ന് പരാതിക്കാരി ആശങ്കപ്പെട്ടുവെന്നും സർക്കാർ അഭിഭാഷക വാദിച്ചു. സിദ്ദിഖ് AMMA എന്ന സംഘടനയുടെ ജനറൽ സെക്രട്ടറി അല്ലേ എന്നും വാദത്തിനിടയിൽ സുപ്രീം കോടതി ആരാഞ്ഞു. സിദ്ദിഖിന് ഇടക്കാല സംരക്ഷണം നൽകിയ ഉത്തരവിനെ കുറിച്ച് പ്രതികരിക്കാൻ അന്വേഷണ ഉദ്യോഗസ്ഥ മെറിൻ ജോസഫ് തയ്യാറായില്ല. No official comments so far. It is too early to say anything. No official comments from my side. സുപ്രീം കോടതിയുടെ ഇടക്കാല ഉത്തരവിനെ സംബന്ധിച്ച് സിദ്ദിഖിന്റെ മകൻ ഷഹീൻ സിദ്ദിഖിന്റെ പ്രതികരണം ഇങ്ങനെ: നമ്മുടെ പ്രാർത്ഥന കേട്ടു, നമുക്കൊരു ആശ്വാസമായത്. തന്നെ നമ്മുടെ ലോയേഴ്സ് ടീമിന്റെ വലിയ സക്സസ് ആണ്, നമുക്കൊരു ചെറിയ ആശ്വാസമാണ്. സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ സംസ്ഥാന സർക്കാരിന്റെയും അതിജീവിതയുടെയും അല്ലാതെ മറ്റൊരു കക്ഷിയുടെയും വാദം കേൾക്കില്ലെന്നും സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. കേസുമായി ബന്ധമില്ലാത്തവർ നൽകിയ തടസ്സ ഹർജി തിരിച്ചടിയായെന്ന വിലയിരുത്തലിലാണ് സർക്കാർ. മാതൃഭൂമി ന്യൂസ്, ഡൽഹി.